ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 3rd യൂണിറ്റ് പേജസ് ഓഫ് വണ്ടർ. അപ്പോൾ നമ്മൾ 3ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളൊരു കളർഫുൾ ട്രഷർ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ യൂണിറ്റ് പേജസ് ഓഫ് വണ്ടറിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒരു പോമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? റീഡിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. വായനയെക്കുറിച്ചാണ് നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കളർഫുൾ ട്രഷറിലും നമ്മൾ വായനയുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു കഥ. ഇവിടെയും ബുക്സിനെ കുറിച്ചിട്ടും റീഡിങ്ങിനെ കുറിച്ചിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ 3rd യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഗുഡ് ബുക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ഇതുവരെയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അത് മലയാളം റീഡിങ്, അതായത് നമ്മൾ മലയാളത്തിൽ മീനിങ് പറയുന്ന ഫുൾ ചാപ്റ്റർ റീഡിംഗ് ക്ലാസ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ക്ലാസ്സും ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ പോം ഒന്ന് റീഡ് ചെയ്യാം. ഹിയർ ഈസ് എ പോം ഓൺ ബുക്സ്. റീഡ് ആൻഡ് എൻജോയ്. എന്താണ് പോമിന്റെ പേര്? ഗുഡ് ബുക്സ്, നല്ല പുസ്തകങ്ങൾ അല്ലേ. ആരാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ പോയിറ്റിന്റെ പേരെന്താണ്? എഡ്ഗർ ഗസ്റ്റ് എന്നാണ് നമ്മുടെ പോയിറ്റിന്റെ നെയിം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പോയം വൺ ടൈം റീഡ് ചെയ്യാം. Good books are friendly things to own. If you are busy, they will wait. They will not call you on the phone or wake you if the hour is late. They stand together row by row upon the low shelf or the high. But if you are lonesome, this you know, you have a friend or two nearby. The fellowship of books is real. They are never noisy when you are still. They won't disturb you at your meal. They will comfort you when you are ill. The lonesome hours they will always share. When slighted they will not complain. And though for them you have ceased to care. Your constant friends they will still remain. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പുസ്തകങ്ങളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ പുസ്തകം എന്ന് പറയുന്നത് ആരായിട്ടാണ് ഇവിടെ പോയിട്ട് പറയുന്നത്? നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ്. നമുക്ക് എന്നും നമ്മുടെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് എന്നെന്നും നിലനിൽക്കുന്ന നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് ഇവിടെ പുസ്തകങ്ങളെ പോയിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നമ്മൾ ബിസി ആണെങ്കിലും ആര് വെയിറ്റ് ചെയ്യുന്നു? പുസ്തകങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അല്ലേ. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു ഇഫ് ദി അവർ ഇസ് ലേറ്റ്. ഒരു രീതിയിലും തന്നെ അതെന്ത് ചെയ്യുന്നില്ല? പുസ്തകങ്ങൾ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ അപ്പോൺ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ, you have a friend or two nearby. The fellowship of books is real. അതായത് പുസ്തകങ്ങളിൽ നമ്മുടെ കൂടെ എന്നും അവരെന്ത് ചെയ്യും? നല്ല സുഹൃത്തുക്കളായിട്ട് കൂടെ ഉണ്ടാവുന്നു. അത് റിയൽ തന്നെയാണ് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. They are never noisy when you are still. They won't disturb you at your meal. They will comfort you when you are ill. ഒരു രീതിയിലും അതെന്ത് ചെയ്യുന്നില്ല? ബഹളങ്ങൾ വെക്കുന്നില്ല, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മളെ കംഫർട്ട് ആക്കി വെക്കുന്നു. നമുക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ പോലും നമ്മളെ കംഫർട്ട് ആക്കി വെക്കുന്നത് ആരാണ്? പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അത് വായനയ്ക്ക് സാധിക്കും. നമ്മൾ നല്ല നല്ല കഥകൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാതെ പോകും. The lonesome hours they will always share. നമ്മൾ തനിച്ചിരിക്കുന്ന നമ്മുടെ സമയങ്ങൾ ആര് ഷെയർ ചെയ്യും? നല്ല നല്ല പുസ്തകങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യും, നല്ല സുഹൃത്തുക്കളെ പോലെ. When slighted they will not complain. And though for them you have ceased to care. Your constant friends they will still remain. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ എത്രത്തോളം കെയർ ചെയ്തില്ലെങ്കിലും, നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യുന്നു? അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും, പുസ്തകങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യും? എന്നും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ പോലെ എന്നെന്നും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആയിട്ട് എന്നും നമ്മളോടൊപ്പം തന്നെ തുടരും എന്ന് പറയുന്നു. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു ജസ്റ്റ് ഒരു പുസ്തകത്തെ കുറിച്ചല്ല പറയുന്നത്. പകരം ആ ബുക്കിലൂടെ കൂടെ നമ്മൾ വായനയെ കുറിച്ചാണ് പറയുന്നത്. അതായത് നല്ല നല്ല ബുക്കുകൾ വായിക്കുന്നു. വായനയിലൂടെ കൂടെ നമുക്ക് എന്താണ്? വായന എന്ന് പറയുന്നത്
വായനയിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നല്ല സുഹൃത്തുക്കളെയാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ്? നമുക്ക് മൈൻഡ് നമ്മുടെ ഡിസ്റ്റർബ് ആക്കാതെ നമുക്ക് എന്നും ഹാപ്പി ആയി വെക്കുന്ന നല്ല സുഹൃത്തുക്കളെ, ആ ഒരു നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് നല്ല നല്ല പുസ്തകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. റീഡിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ വായനയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ ഈ പോമില്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡു ബുക്സ് റിമൈൻ ടുഗദർ ഇൻ എ ഷെൽഫ്? എങ്ങനെയാണ് പുസ്തകങ്ങൾ ഷെൽഫിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് ഷെൽഫിൽ എങ്ങനെയാണ് പുസ്തകങ്ങൾ ഉള്ളത്? The books stand together in a shelf row by row. അല്ലെ, എല്ലാ പുസ്തകങ്ങളും ചേർന്ന് row by row ആയിട്ട് ഷെൽഫിൽ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോം ദാറ്റ് ഷോ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്ന വരികൾ പോമിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ എഴുതാം? If you are busy, they will wait. They are never noisy when you are still. They won't disturb you at your meal. They will comfort you when you are ill. അല്ലേ? അടുത്തത് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നമ്മുടെ ഈ പോമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഫ്രം ദ പോം റൈറ്റ് 3 things that books do and 3 things that ബുക്സ് ഡോണ്ട് ഡു. പുസ്തകങ്ങൾ ചെയ്തു തരുന്നതും പുസ്തകങ്ങൾ ചെയ്യാത്തതുമായിട്ട്, പുസ്തകങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പുസ്തകങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ പോമിൽ പറയുന്ന 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. തിങ്സ് ദാറ്റ് ബുക്സ് ഡു, ബുക്സ് ചെയ്യുന്ന 3 കാര്യം ഓരോന്ന് എഴുതിയിട്ടുണ്ട്, ബാക്കി 2 നമ്മൾ ഫിൽ ചെയ്താൽ മതി. പുസ്തകങ്ങൾ ചെയ്യാത്ത കാര്യം. ഓക്കെ, ഒന്നാമത്തെ പുസ്തകം എന്ത് ചെയ്യുന്നു എന്നാ പറയണത്? ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നമ്മൾ ബിസി ആണെങ്കിലും പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലേ? അടുത്ത നമുക്ക് എന്ത് എഴുതാം? They will comfort you when you are ill. നമുക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെയധികം കംഫർട്ട് ആക്കി വെക്കുന്നത് ആരാണ്? നല്ല നല്ല പുസ്തകങ്ങളാണ്. അടുത്തത്, the lonesome hours they will always share. നമ്മുടെ തനിച്ചുള്ള നമ്മുടെ ചില സമയങ്ങളെല്ലാം തന്നെ, നമ്മൾ തനിച്ചാവുന്ന സമയങ്ങളെല്ലാം തന്നെ പുസ്തകങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടായിട്ട് വന്നിട്ട് ആ സമയമെല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നു. അടുത്തത്, പുസ്തകങ്ങൾ ചെയ്യാത്ത കാര്യം, they will not call you on the phone. നമ്മളെ ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. They won't disturb you at your meal. They will not wake you if the hour is late. അപ്പോൾ ഇതെല്ലാം എന്താണ്? പുസ്തകങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ് അല്ലേ? അടുത്തത് ആക്ടിവിറ്റി 2, മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. റൈമിംഗ് വേർഡ്സ് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ റോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റൈമിംഗ് വേർഡ് ഏതാണ് കോളം ബിയിലുള്ളത്? നോ. ഫോൺ, ഓൺ, വെയിറ്റ്, ലേറ്റ്, സ്റ്റിൽ, ഇൽ, കെയർ, ഷെയർ, റിമൈൻ, കംപ്ലൈൻ. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി, read the following poem and draw a picture using the ideas from the poem. You can also create a digital painting. ഇവിടെ ചെറിയൊരു 4 വരി പോം തന്നിട്ടുണ്ട് അല്ലേ? അത് വായിച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ആ പോം വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഐഡിയാസ് വെച്ചിട്ടുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. എന്തും ചെയ്യാം, ഡിജിറ്റൽ പെയിന്റിംഗ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പോമിൽ പറയുന്നത്? എ ബുക്ക് ഈസ് എ ട്രീ with branches tall, its pages and leaves that gently fall. It opens a world of stories to see, filled with magic and mystery. അപ്പോൾ വളരെ മാജിക് ആൻഡ് മിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. പക്ഷെ ആ പുസ്തകം എന്ന് പറയുന്നത് ഒരു മരമാണ്, നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയൊരു മരമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേജസ് എന്ന് പറയുന്നത് എന്താണ്? ലീവ്സ് ആണ് ഇതിന്റെ പേജസ് എന്ന് പറയുന്നത്. അതെന്താ പതുക്കെ ചില ലീവ്സ് ഒക്കെ താഴെ വീഴുന്നു. അതുപോലെ അത് ഓപ്പൺ ചെയ്യുന്നത് എന്താണ്? നിറയെ മാജിക് മിസ്റ്ററീസ് ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇമാജിനറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഡ്രോ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ 3 ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലേ? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഗുഡ് ബുക്സ്. അപ്പോൾ ഇനി ഒരു ചാപ്റ്ററും കൂടെ നമ്മുടെ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അത് അടുത്ത നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററും കാണുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റീസിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.